ഞാൻ പോയിട്ട് ദിലീഷ് ചേട്ടൻ എന്നെ കണ്ട് നീ എന്താ ഇവിടെ ചെയ്യുന്നത്, നീ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റായിട്ട് ഇപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് വന്ന് നിൽക്കുന്നു. ദിലീഷ് ചേട്ടനും തിയേറ്ററിൽ നിന്ന് വന്ന ആളായതുകൊണ്ട് ദിലീഷ് ചേട്ടനോട് ചോദിച്ചു നീ എന്താ നീ പോ വീട്ടിൽ പോയി. ഞാൻ പറഞ്ഞു ദിലീഷ് ചേട്ടൻ ഞാൻ ഇവിടെ നിന്ന് ഒരു 10 ദിവസം നിന്ന് അതിനുള്ള ആവും. പറഞ്ഞ് ഞാൻ ഒരു കാര്യം ചെയ്തു, നിനക്ക് എന്തെങ്കിലും ഡയലോഗ് കിട്ടുന്ന എന്തെങ്കിലും ഒരു സീനെങ്കിലും കിട്ടുമോ എന്നുള്ള രീതിയിലൊക്കെ ദിലീഷ് ചേട്ടൻ നോക്കി. പക്ഷെ അന്ന് ഞാൻ അവിടെ നിന്നു, കോളേജ് ക്രൗഡിൽ ഒരു 10 ദിവസം നിന്നു. അതിനുള്ള പേയ്മെൻറ്റും കിട്ടി. സലീം കുമാറിൻ്റെ കൂടെ, സലീമേട്ടൻ്റെ കൂടെ ഒരു ഡയലോഗ് പറയുന്ന പോലത്തെ ചമ്മുന്ന പോലെയൊക്കെ ഒരു സാധനം. സലീം കുമാറേട്ടൻ അന്ന് ഒരു പ്രൊഫസറിൻ്റെ ക്യാരക്ടറാണ്. പക്ഷെ അതൊരു ചോയ്സാണ്. നമുക്ക് വേണ്ട, നമുക്ക് ക്യാരക്ടർ കിട്ടുമ്പോൾ ചെയ്താൽ മതി എന്ന് വേണമെങ്കിൽ അന്ന് അവിടെ നിൽക്കാമായിരുന്നു, അല്ല അത് വേണ്ടാന്ന് ഇട്ടിട്ട് പോകാമായിരുന്നു. അവിടെ നിന്നു. പക്ഷെ അത് കറങ്ങിത്തിരിഞ്ഞ് ഈ പ്രപഞ്ചം അല്ലെങ്കിൽ നിമിത്തം എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ 2 ദിവസം മുമ്പ് അതേ നിർമ്മല കോളേജ് മൂവാറ്റുപുഴയിൽ ഞാൻ ലീഡ് റോൾ ചെയ്യുന്ന സിനിമയുടെ പ്രൊമോഷനുമായിട്ട് അവിടെ പോകാൻ പറ്റി. അപ്പം അത് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗ്രാഫ് വരുന്നത്. അപ്പം ഇത് നമ്മളുടെ തീരുമാനങ്ങൾ, ചില നിമിഷങ്ങളിൽ നമ്മൾ എടുക്കുന്ന ചോയ്സസ് അന്നത്തെ സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റിൽ എടുക്കുന്ന തീരുമാനമായിരിക്കും. പക്ഷെ അതിൽ നിന്നും നമുക്ക് എന്തെങ്കിലും പഠിക്കാൻ കിട്ടും, കുറച്ച് കാശും കിട്ടും, എന്നാൽ ഇതുപോലത്തെ കഥകളും കിട്ടും.